Hey guys, welcome back to our channel. അപ്പോൾ നമ്മുടെ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മള് വെറൈറ്റി ഒരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാരും ചെയ്ത് പഴകി എക്സ്പയറി ആയ സാധനമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിന്റെ ഇരകളായത് ഞാനും. യെസ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ചാണ് ഗൈസ്. തംബ്നെയിലൊക്കെ കണ്ടതുപോലെ ഇവര് ഞാൻ ഇന്ന് ഊറക്കിടാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ് Who knows me better guys. അപ്പൊ ഇന്നത്തെ ചലഞ്ച് അതാണ് ഗൈസ്, Who knows me better. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിക്കൊണ്ട് വരും. അപ്പം നിങ്ങളിവിടെ ഒരുങ്ങി ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഒരുങ്ങി ഇവിടെ ഇരിക്കോണ്ട് ഞാൻ താഴെ കറങ്ങി വന്നു. ഞങ്ങള് പോയിട്ട് വന്ന് എനിക്കും പനി. അത് പറയിട്ട് കാണാതിരിക്കുമ്പോഴും എനിക്കുമ്പോൾ വിചാരിക്കും ഞാൻ അല്ലേ കിറിഞ്ചിരിക്കുന്ന രണ്ടുപേരെ കൂട്ടിയാണ് ഞാൻ ഇന്നേ വീഡിയോ ചെയ്യാൻ ഇവർക്ക് എന്താണ് സംഭവം ഏതാണെന്ന് അറിയത്തില്ല. ഇത്താക്ക് അറിയാം, ഇത്ത വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഉമ്മച്ചിക്കും അറിയാം, പക്ഷെ നമ്മൾ ഉമ്മച്ചിക്ക് പറഞ്ഞുതരാം. വാങ്ങിച്ചുമ്പോ എവിടെ വന്നിട്ട് സഹായിക്കുകയും ചെയ്യരുത് കേട്ടാ. ഞങ്ങൾ ആദ്യം വിചാരിച്ച ഉമ്മച്ചിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നാണ്. അല്ലെങ്കിൽ ഞാനും ഇത്തായിട്ട് ചെയ്യണം. ഉമ്മച്ചി നടുക്കെടുത്തിട്ട് എനിക്ക് ഇവരെ തോപ്പിക്കണം ഗൈസ്. എനിക്ക് ഇവരെ ആർക്കാണ് എന്നെ അറിയാവുന്നതെന്ന് എനിക്ക് അറിയണം. ചോദിക്കുമ്പോ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറഞ്ഞുതരാം. Who knows me better. അപ്പൊ ഞാൻ ഒന്നും കട്ട് ചെയ്യത്തില്ല. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നെ പറ്റി തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നെ കുറിച്ച് തന്നെ. അത് ഞാൻ നിങ്ങളുടെ രണ്ടുപേർക്കും ചോദിക്കും. നിങ്ങൾ രണ്ടുപേർക്കും തന്ന പേപ്പറിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിരിക്കുന്ന പേപ്പറിനകത്ത് ആൻസർ എഴുതണം. എഴുതാതെ നില്ലെന്നൊന്നും എഴുതി വെക്കാൻ പാടില്ല. ആൻസർ ഇല്ല എന്ന് പറയാൻ പാടില്ല. അപ്പൊ മൈനസ് മാർക്ക് ആയിരിക്കും. ഇതിൽ നിന്ന് ആർക്കാണ് പോയിന്റ് കൂടുതൽ കിട്ടുന്നത് അവരായിരിക്കും ഇന്നത്തെ വിജയി. ഞാൻ എഴുതല്ല ശരിയാണെന്ന് പറയണോ? ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് കളർ. ബോർഡ് വെച്ചത് മുഖം പറയാൻ പാടില്ല. ഞങ്ങൾക്ക് എക്സ്പ്രഷൻസ് സൈഡിൽ ഇരുന്നോണ്ട് പറ. എല്ലാ കളറും ഫേവറേറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരടുത്തും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർക്കും അറിയാം. ക്യാമറാമാൻ ആസിയാണ്. ആസി ഇരുന്ന് തലയാട്ടോ. ആ കളറിലുള്ള സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത്രയും മതി. അതൊന്നും പറയത്തില്ല. മൈ ഫേവറേറ്റ് കളർ എഴുതിക്കോ. ടൈം ഉണ്ട്. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4. മൈനസ് മാർക്കാണേ. ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7. ഏതെങ്കിലും കളർ എഴുത്. ടിക് ടിക് 8, ടിക് ടിക് 9, ടിക് ടിക് 10. ടിക് ടിക് ഒക്കെ എങ്ങനെയൊക്കെ അത് പറയത്തില്ല മോളെ. കാണിക്കും. ഉമ്മച്ചി ഗൈസ് മഞ്ഞ എഴുതിയിട്ടുണ്ട്. ഇത്ത ബ്ലൂ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഫേവറേറ്റ് കളർ ഏതാന്ന് വെച്ചാല് ഷായനാന് മേടിച്ചൊരു ചുരിദാർ മഞ്ഞ കളർ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞിട്ടുണ്ടറിയാം. മഞ്ഞ ബാഗ്, മഞ്ഞ പിന്നെ കവറ്. ശരിയായി. മഞ്ഞ ബാഗ് ഉണ്ടായിരുന്നു, മഞ്ഞ പൗച്ച് ഉണ്ടായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ വാച്ചിന്റെ ബ്രാൻഡ് ഏതാ? അയ്യോ ഇങ്ങനൊക്കെ ചോദിച്ചാലോ? ഞാൻ പൊത്തി വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ എഴുതാണ്ടിരിക്കരുത്. എനിക്ക് 2 വാച്ചുണ്ട്. അതിന്റെ ഇപ്പൊ ഞാൻ എന്താ ഇപ്പിക്കുന്ന ഒരു വാച്ച്. അനീച്ച എനിക്ക് മേടിച്ചോണ്ട് തന്നൊരു വാച്ച്.
എന്തായാലും എഴുതിയേ പറ്റും. അങ്ങനെ എഴുതി കേട്ടാ ഐഫോൺ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്ത കറക്റ്റ് കാഷിയോ ആണ്. കാഷിയോടെ നിനക്ക് അറിയാലോ ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ മാറ്റി സ്കോർ ചെയ്തേ പറ്റൂ. ബാബീസിന്റെ വില അമ്മ പിടിക്കണം. ഇവരൊക്കെ പുറത്ത് 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 ഇത് രണ്ടുപേരും എഴുതും മിക്കവാറും. മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. എനിക്ക് പറഞ്ഞെന്തിനാ പൊട്ടി? ഇല്ല പ്രേത്തൊക്കെ പേടിയില്ല. പിന്നെ ഇവളിപ്പോ മറ്റേ വിസിതറ പിടിക്കാൻ പോകുന്ന ഇപ്പൊ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരുന്നാലും പാറ്റ ഇതിലെ കൂടെ എവിടെയെങ്കിലും കൂടെ ഓടിയാലും ഞാൻ ഉടനെ ടേബിളിന്റെ മുകളിൽ ചാടിക്കയറാം. ഒരു ദിവസം ഞാൻ രാവിലെ 10 മണിയായിട്ട് എഴുന്നേക്കാണ്ടിരുന്നപ്പോ വാപ്പിച്ച് ചത്ത പാറ്റയും കൊണ്ടുവന്ന് എണീക്കാൻ. അതോടെ ഞാൻ എണീറ്റ് കഴിച്ചു. പിന്നെ എഴുതും. ആ ഉണ്ട്, ഇനിയുണ്ട്, നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഉമ്മച്ചിക്ക് 3, ഇത്താക്ക് 1 മാർക്ക്. ഇത്ത 2 എണ്ണം പിടിക്കണം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം. എന്റെ കയ്യിൽ ഒരു 3 കോടി ഉണ്ട്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരുന്നു? ആ 3 കോടി വെച്ച് 3 കോടിയിൽ ചിലപ്പം ഇത് എഴുതി ആദ്യം ഞാൻ എന്താ അതുകൊണ്ട് മേടിക്കും. ആ 2 പേരും എഴുതും. ആസിയെ പിടിച്ച് മാറ്റും കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ അതോ 2 പേരും കറക്റ്റ് ആക്കിയിരിക്കുകയാണ്. അതെനിക്ക് അറിയായിരുന്നു ഒരു കറക്റ്റ് ആക്കുന്നത്. എനിക്കൊരു ഐഫോൺ മേടിക്കണം ഗൈസ്. 3 കോടി. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്. എന്റെ സ്ട്രെങ്ത് എന്താണ്? എന്നിൽ നിങ്ങൾ കണ്ട ഒരു വലിയ സ്ട്രെങ്ത് എന്താണ്? അല്ല ഇവിടെ നിന്ന് കേട്ടു ഞാൻ. ഇവിടെ നിന്ന് കണ്ടിട്ടുള്ളതില് നില്ല എഴുതി വെക്കരുത്. എനിക്ക് ആൻസർ കണ്ട മൈ ഗ്രേറ്റസ്റ്റ് ഇത് എസ് ചെയ്തിരുന്നു എഴുതി എഴുതാണ്ടിരിക്കാൻ എഴുതാണ്ടിരുന്ന മനസ്സിലായില്ലേ? ഇതിന്റെ എന്നെ ഊക്കാനുള്ള സംസാരിച്ചിരിക്കും. ഇപ്പൊ ഒരു സ്കൂളിൽ പ്രശ്നം വന്നാലും അവിടെ സംസാരിക്കാൻ അവിടെ ഒരു ഇതാ. കഴിഞ്ഞാലും പ്രശ്നമല്ല, അവിടെ സംസാരിക്കും. കഴിഞ്ഞാൽ സംസാരിക്കും. പറയാനുള്ള കാര്യം പറയൂലേ? അതാണ് ഇത്ത പറഞ്ഞിരിക്കുന്നത്. അല്ല, നിങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതെനിക്ക് സ്ട്രെങ്ത് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെനിക്ക് എഴുതിയിട്ടില്ല. അല്ല, ഇത് കൂട്ടണോ? എന്തെങ്കിലും വന്ന് എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോ നമ്മൾ അതെന്താന്നറിയാ ഗൈസ്, കുഞ്ഞിലെ ഡ്രസ് കണ്ടിട്ട് ആ മൂലയിലൊക്കെ ആ ബോർഡിന്റെ അരികിലങ്ങ് കുത്തി ഇരുന്നു കൊണ്ടേ പോക്കോളൂ. ആൻസറും തെറ്റാണ് ഗൈസ്. കാരണം കരഞ്ഞെല്ലാം നേടുന്നതാണ് എന്റെ കരുത്ത്. അല്ല, അപ്പൊ അത് റോങ് ആൻസർ. അതോട് ഞാൻ യോജിക്കുന്നില്ല ഗൈസ്. വെട്ട്. ആ ഓക്കെ. എത്ര മാർക്ക്? 3 മാർക്ക്. ഉമ്മച്ചിക്ക് 4 മാർക്ക്. ഒരു പോയിന്റ്. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഇത് 2 പേരും എഴുതിയിട്ടില്ലെങ്കിലും, കാരണം ഇതെനിക്ക് മേടിച്ചിരുന്നത് ഇവർ 2 പേരും തന്നെയാണ്. ഇവരൊക്കെ തന്നെയാണ്. എന്നിൽ കണ്ട ഏറ്റവും നല്ല കരുത്ത് എന്തുവാ? എല്ലാത്തിനും പ്രതികരിക്കും, കാര്യമായിട്ട് സംസാരിക്കും, നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതല്ലേ? അത് മതി. താങ്ക് യു. രീതിയിൽ പറയുന്നത്
അടുത്ത ചോദ്യത്തിലോട്ട് വന്നതായിരുന്നു നമ്മൾ. അപ്പൊ അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാല് മൈ ഷൂ സൈസ്. എന്റെ ഷൂവിന്റെ സൈസ് എത്ര? വേണ്ട മിണ്ടരുത്. എനിക്ക് രണ്ടിടാവോ? മറ്റില്ല 30 അങ്ങനെയൊക്കെ അങ്ങനെ. ഏതായാലും എനിക്ക് സൈസ് ഞാനും പറയാം. എത്ര പറയുന്ന? 6. 6. ഞാൻ 36 ഷൂവിന്റെ ഒക്കെ ഇങ്ങനെ 36. 6 39 അല്ല 36 36 കറക്റ്റ് ആണ്. 36 6 അല്ലേ? അപ്പൊ അത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എനിക്ക് 4. 1 എന്നെ അമ്മക്ക് 5. ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഇവർ രണ്ടുപേരും എഴുതത്തില്ല എന്നാണ് എന്റെ ഒരു ഇത്. എന്നാലും ചിലപ്പം എഴുതുമായിരിക്കും. ഞാൻ +1 +2 പഠിച്ച സ്കൂളിന്റെ ഫുൾ നെയിം സ്കൂളിന്റെ പേര് ഫുൾ നെയിം എഴുതിക്കോ. അതല്ല ആ പറഞ്ഞതല്ല. ഞാൻ പോയ സമയത്ത് ഇവർ രണ്ടുപേരും ഇരുന്ന് കോഴ്സ് കൊറേ നേരം കൊണ്ട് ഉമ്മച്ചിരുന്ന് എഴുതുക എസ്സേ പോലെ സ്കൂളിന്റെ നെയിം. പെട്ടെന്ന് വീണ്ടും എഴുതുന്നു. ക്ലൂ ഒന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല. 3 4 5 സ്റ്റോപ്പ് റൈറ്റിംഗ് എഴുതിയത് തെറ്റാണ്. ഉമ്മച്ചി GHSS ബോയ്സ് തേവള്ളി കൊല്ലം, അതും തെറ്റാണ് ഗൈസ്. എന്റെ സ്കൂളിന്റെ പേര് GMVHSS തേവള്ളി കൊല്ലം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊല്ലം. അഞ്ചാറ് എന്റെ കൂടെയാണ് പഠിച്ചത്. എന്നിട്ട് ഞാൻ എഴുതി മൊത്തം തെറ്റായി. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ആരറിയാൻ ഇത് ഉമ്മച്ചി അറിയണം. കാരണം ഇതെനിക്ക് മേടിച്ചോണ്ട് തരുന്നത്, ഇതെനിക്ക് ഓർഡർ ചെയ്ത് തരുന്നത് ഉമ്മച്ചിയാണ്. ഓക്കെ, മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ബ്രാൻഡ്. ബ്രാൻഡാണ് ഷെയ്ഡ് നമ്പറാന്ന് വിചാരിച്ചു. ആലോചിക്കാനൊന്നുമില്ല. ഇരുന്ന് ചോദിക്ക ആശയെടുത്ത്. ഞാനെല്ലാം ബ്രാൻഡ് നോക്കത്തില്ല. അവര് മേടിക്കും, ഞാൻ പൈസ കൊടുക്കും. അതുകൊണ്ട് എനിക്ക് ആകെ കൂടി അറിയാൻ ലൈക്മിയാണ്. അങ്ങനെ ലൈക്ക് മീയോ? ഈ ഉമ്മച്ചിയുമായി ഇവിടെ നോട്ടിക്കും കേട്ടോ. എനിക്ക് അങ്ങനത്തെ ബ്രാൻഡും കാര്യങ്ങളും അറിയത്തില്ല. ഉമ്മച്ചി തെറ്റി. ഇത്ത ശരി. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഞാനിപ്പം പഠിക്കുന്ന കോഴ്സ് ഏതാ? അല്ല എഴുതണ്ടേ ചോദിക്കാം. ഞാൻ ഈ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ വെക്കുന്നു. എല്ലാ ദിവസവും ഞാൻ വന്നിന്ന് കഥ പറയാം. ആ സബ്ജക്റ്റിന് ആ സബ്ജക്റ്റ് ആയിരുന്നു, ഈ സബ്ജക്റ്റ് ആയിരുന്നു നോക്കാം. ഫിസിയോതെറാപ്പിയിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ പഠിക്കുന്ന റീസെൻ്റ്ലി പഠിക്കുന്ന ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട് അതൊക്കെ എഴുതി പറയാം. ഫിസിയോളജി അല്ല. സബ്ജക്റ്റ് ഉണ്ട് ഗൈസ്. ഒരു സബ്ജക്ട് കിട്ടാനുണ്ട്.
ഞാൻ കൊറേ സമയം കൊടുത്തു, ഇനി പറ്റത്തില്ല. സ്റ്റോപ്പ് റൈറ്റിംഗ്. പിന്നെ എന്റെ 5 സബ്ജക്റ്റും കറക്റ്റ് ആയിട്ട് എഴുതിയവർക്കേ പോയിന്റ് കൊടുക്കത്തുള്ളൂ. ഉമ്മച്ചി അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, ബയോ. ഞാൻ പറയട്ടെ, ഫിസിയോളജി, സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി എന്തോ, സൈക്കോളജി, പൊളിറ്റിക്കൽ, ബയോമെട്രിക്, അനാട്ടമി. എനിക്കറിയില്ല, എനിക്ക് പോയിന്റ് ഇല്ല, രണ്ടുപേർക്കും പോയിന്റ് ഇല്ല. ക്ലൂ തരാം, അത് പോയിന്റില് കൂട്ടത്തില്ല. പഠിച്ച സബ്ജക്ട് സോഷ്യോളജി ഞാൻ എഴുതിയിട്ടുണ്ട്. ഫിസിയോളജി എഴുതിയില്ല, ഉമ്മച്ചി സോഷ്യോളജി എഴുതിയില്ല. എനിക്ക് സോഷ്യോളജി ഇല്ല മോളെ, ആർക്കും പോയിന്റ് ഇല്ല. വെട്ടി ഞാൻ ശരിയിട്ടു. ഇല്ല ശരിയിട്ട നമുക്ക് അങ്ങനെ വെട്ടാം. 6 പോയിന്റ്. 1 പോയിന്റ് വ്യത്യാസത്തിൽ ഉമ്മച്ചി ലീഡ് ചെയ്ത് പോവുകയാണ് ഗൈസ്. ഒരെണ്ണം എനിക്ക് ഇപ്പൊ ഒരു വലിയ ഡ്രീം ഉണ്ട്, അതെനിക്ക് അച്ചീവ് ചെയ്യണം. അതിലൂടെ പൊക്കോണ്ടിരിക്കണം. അതെന്താ? 2 എഴുതാമോ? നോക്കാം. 2 എഴുതാൻ ഗൈസ്, കുഴപ്പമില്ല. എനിക്ക് പിന്നെ ഓരോ വർഷം കൂടുന്തോറും ഓരോ ഡ്രീംസ് ആണ് വന്നോണ്ടിരിക്കുന്നത്. മിക്കവാറും 2 കറക്റ്റ് എഴുതും. നോക്കട്ടെ. ഉമ്മച്ചി എഴുതിയത് തെറ്റാണ് ഗൈസ്. ഉമ്മച്ചി എഴുതിയിരിക്കുന്നത് എക്സാം പാസ്സാകണം. ഞാൻ യൂട്യൂബ് ജോബ്. ഇപ്പൊ ജോബ്. ഇപ്പൊ കറക്റ്റ് ആൻസർ എഴുതിയിരിക്കുന്നത് ശ്രീനാഥാണ്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് എനിക്കൊരു വലിയ ഡ്രീം അച്ചീവ് ചെയ്യണം. അതിലൂടെ ഞാൻ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഡ്രീം? എന്റെ ജോബ്. 4 വർഷം പഠിത്തം നടന്നോണ്ടിരിക്കും. പിന്നെ യൂട്യൂബും സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകണം. അതിത്തെ എന്തായാലും ഒരെണ്ണം കൂടുതൽ എഴുതി, അതും എന്റെ ഡ്രീമാണ്. ഓക്കെ ഗൈസ്, ഇത്താക്ക് ഒരു പോയിന്റ്. അപ്പൊ ഇത്തെ ഉമ്മച്ചി എക്സാം പാസ് ആകണമെന്ന് എഴുതിയിരിക്കുന്നത് എനിക്കിപ്പോ ഇന്റേണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴത്തെ ഡ്രീം അല്ലേ? ജസ്റ്റ് പാസ് ആകണം. അപ്പൊ എക്സാമിന് പഠിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എഴുതാൻ വരട്ടെ. ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഷവർമ, നൂഡിൽസ്, കുഴിമന്തി. ഇതിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എഴുതിക്കണം. ഇത് 3 ഇഷ്ടം. ഏതാ ഫേവറേറ്റ്? അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എടുത്തതാ. അപ്പൊ ഇവരെന്തോ നിങ്ങള് ആരാ പറഞ്ഞ ഷവർമയാണെന്ന്? നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് വേണം പറയാം. നിങ്ങൾ തമ്മിൽ മത്സരം നടക്കുക. പരസ്പരം പറയുന്നു കേസ് അങ്ങോട്ട് പോയിട്ട്. ഈ കാര്യം ഞാൻ അങ്ങോട്ട് തിരിച്ചു തിരിഞ്ഞ് ഷവർമ ശരി ഉത്തരം. 2 പേരും മത്സരിക്കുകയാണെന്നുള്ള കാര്യം 2 പേർക്കും ഓർമ്മ വേണം. അപ്പൊ എനിക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം വേണമെങ്കിൽ ക്ലൂ തരാം. നിങ്ങൾ പറ്റത്തില്ലെങ്കിൽ പറ. ക്ലൂ തരാൻ വലിയ നിൽക്കുക. താജ്മഹൽ. തെറ്റാ ഗൈസ് എഴുതിയത്. താജ്മഹൽ. അത് പറ്റത്തില്ല. എനിക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷൻ താജ്മഹൽ. ലാസ്റ്റ് ആയിട്ട് മേടിച്ച ഡ്രസ് എന്താ? അല്ലെങ്കിൽ ഏത് ഡ്രസ്സാണ്? ഇത് കട്ടാണ്. ചുമ്മാ കാണിച്ച കട്ടാണ്. അല്ല. ഒരേ സമനിലയിൽ പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. എന്റെ ക്യാരക്ടറിൽ കണ്ടിട്ടുള്ള ഒരു വിയേർഡ് ക്യാരക്ടർ. വിയേർഡ് ക്യാരക്ടർ.
എന്തുവാ എന്ന് ചോദിക്കുന്ന ഒരു ക്യാരക്ടർ. ഞാൻ ചെയ്യുന്നതായാലും എന്തായാലും അത് എന്താ ഇത്ര പറഞ്ഞിട്ട് നീ കേൾക്കാത്തെന്നൊക്കെ പറയത്തില്ലേ? ഒരു വൃത്തിയില്ലാത്തൊരു കാര്യം. ഈ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മേ ബി ഇട്ട എഴുതിയിട്ടുണ്ടെന്നാണ് എന്തോ എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ടിക് ടിക് 1 കുളിക്കത്തില്ല. കുളിക്കത്തില്ല, മുടി ഇങ്ങനെ. അതെ ഗൈസ്, എന്നും ഞാൻ കുളിക്കാറില്ല. പറയുന്ന പോലെ രാവിലെ ഞാൻ ആപ്പി കൂടെ ചേർത്ത് തിരിച്ചപ്പോൾ എന്താ ഇല്ല ഞാൻ ഒരുങ്ങിയോ എന്ത് കുളിച്ചില്ല ഒന്നും ചെയ്തില്ല. അങ്ങോട്ട് പോയി ഡ്രസ് പോലെ എനിക്ക് അതിനാണ്. വേറുള്ളവർക്കും അതിനാണോ നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ ചടാ പോയി ചടാന്ന് ഇറങ്ങിയത് പോയി ദാ വരും. പക്ഷെ കണ്ടാ കുളിച്ച് വൃത്തിയായി പോകുന്ന എല്ലാവരുടെയും ശരിയാ ഗൈസ്. എന്റെ ക്യാരക്ടറിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് ഇന്നെ കുളിക്കുന്നില്ല. പറയാനുള്ളത് രാവിലെ കോളേജിൽ പോകുമ്പോഴും മേലെ എഴുതും, തിരിച്ചു വരുമ്പോഴും മേലെ എഴുതും. മേലെ എഴുതാണ്ടിരിക്കില്ല എല്ലാ ദിവസവും. ഒരു ഡൗട്ടും വേണ്ട, ഞാൻ കുളിക്കും. അല്ല മേലെ എഴുതും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, എനിക്കൊരു സാധനം ഇഷ്ടമാണ്. റീസെന്റ് ഞാനത് മേടിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ല മേടിച്ചത്. അത് എന്താണ്, ആരാണ് മേടിച്ചത്, എന്താണ് മേടിച്ചത്? അതിപ്പോ ഇവിടെ ഉണ്ട്. അറിയാൻ എഴുതിക്കോ. രണ്ടുപേരും എഴുതും ഗൈസ്. ഒരുമിച്ച് പറഞ്ഞു. റെഡി 1 2 3 സ്റ്റാർട്ട്. ആരാ മേടിച്ചെന്ന്? അനീസ മേടിച്ചെന്ന് ടെഡി ബിയർ ഗൈസ്. എനിക്ക് ടെഡി ബിയർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് എത്ര ടെഡി ബിയർ ഉണ്ട്? എത്ര ടെഡി ബിയർ ഉണ്ട്? കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മള് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പം അവിടെ പോയപ്പോഴത്തേക്കും ഞാനും അനീച്ചയാണ് ഇങ്ങനെ ഷോപ്പിലൊക്കെ കറങ്ങി നടന്നപ്പോൾ അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഷോപ്പിൽ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ അനീച്ച അത് കണ്ടപ്പോഴത്തേക്കും അനീച്ചക്ക് മനസ്സിലായി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അനീച്ച എൻ്റെ അടുത്ത് വെച്ച് വേണോന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പം വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനീച്ച നേരെ പോയി ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് അതും തൂക്കിക്കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുപോയി. ഭയങ്കര വെയിറ്റ് ആയിരുന്നു. വലിയ ടെഡി ബിയർ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആസിയും തൂക്കി. പകുതി മുക്കാൽ ആസി തൂക്കി, കാൽഭാഗം ഞാൻ തൂക്കിയിട്ടുള്ളു. അപ്പൊ ഗൈസ് ഇതിനും പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇവർ വീണ്ടും സമനിലയിൽ. അത് ഞാൻ ഒരു വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോയി. സീമോക്ക് ഞാൻ 2 കൊടുത്തിട്ട് ബാക്കി ഞാൻ കൊണ്ടുപോകും. പറ്റത്തില്ല. ഒരൊളിഞ്ഞോട്ടം. എൻ്റെ ഒരു ഹിഡൻ ടാലന്റ്. എനിക്കൊരു ടാലന്റ് ഉണ്ട്. അത് ആർക്കും അറിയത്തില്ല എന്നല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അത് ഞാൻ ഉള്ളിൽ ഒതുക്കി വെച്ചോണ്ട് നടക്കുക. അത് പുറത്ത് വന്നാലോ എന്തോ എത്ര കഴിവുകൾ എനിക്ക് കിടക്കുന്നേ. പേപ്പർ തയ്ക്കോ? വേറെ പേപ്പർ ഉണ്ടോ? കഴിവുകൾ കോളേജിൽ എഴുതി പ്രസംഗിച്ചില്ലായിരുന്നു. അത് എവിടെ എടുക്കാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ഉമ്മച്ചി എഴുതിയൊരു കാര്യം എന്താ പറയുക, കഴിവ് തന്നെയാണ്. പക്ഷെ പഠിക്കാനുള്ള കഴിവ്. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ഹിഡൻ ടാലന്റ് ആണ് ചോദിച്ചത്. പഠിക്കാനുള്ള കഴിവ്. ഞാൻ ഇതെന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, പഠിക്കുന്നില്ല. കുഞ്ഞിലെ പഠിച്ചതുപോലെ ഇപ്പൊ പഠിക്കുന്നില്ല. അവളുടെ ഉള്ളിൽ ആ പഠനം ഒളിഞ്ഞിങ്ങനെ കിടക്കുക. അങ്ങോട്ട് പുറത്ത് അവൾ എടുക്കുന്നില്ല. പരീക്ഷയുടെ തലേന്ന് എടുക്കും. പക്ഷേ ഇത്ര എഴുതിയത് ഞാൻ യോജിക്കുന്നു. ഇത് പഠിക്കാനുള്ള കഴിവ് ഹിഡൻ ടാലന്റ് ആണോ എന്ന് എനിക്ക് ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഉമ്മച്ചി എന്തിനാ എവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന? എന്നെ ഊക്കാനാ? എല്ലാം ഞാൻ പറഞ്ഞുതരാം. അവളുടെ Who is my favorite YouTuber? ഒരെണ്ണം എഴുതിയാൽ മതി. ഉമ്മച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. പേര് എഴുതിയേ പറ്റൂല്ലെങ്കിൽ മാർക്ക് ഇല്ല. എന്നെ ഊക്കുകയല്ലേ എപ്പോഴും. ഞാൻ തരത്തില്ല, മാർക്ക് തരത്തില്ല. ഇല്ല, എന്തോ എഴുതി ഇല്ല, പറ്റത്തില്ല. 2 മക്കളും ഒരമ്മ ഒരച്ഛൻ. 3-4 ആ പിള്ളേർ കിടന്ന് കളിക്കുന്നത് എന്തുവാ? പക്ഷേ എഡിറ്റ് ചെയ്ത ആ ചെക്കന് പിന്നെ
കൊച്ചിയിൽ പോയി ഒളിച്ചിരുന്നിട്ട് ആ പിള്ളേരെ പോയി കണ്ടുപിടിച്ച് സമ്മാനങ്ങൾ ചട്ടമ്പീസ് കേസ്. ഞാൻ ഉദ്ദേശിച്ചത് ചട്ടമ്പീസ് ആണ്. പ്രവീൺ പ്രണവ് പുള്ളോത്തി കാണാറില്ലെന്നല്ല, കാണാറുണ്ട്. പക്ഷെ എന്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ചട്ടമ്പീസ് മാത്രമാണ്. മമ്മി ജയിച്ചു ഹേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വൺ തിങ് ഐ കനോട്ട് ലിവ് വിത്തൗട്ട്? എന്താ ആ ഒരു സംഭവം ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. എനിക്കറിയാം ആൻസർ ഞാൻ ഫോണും ലിപ്സ്റ്റിക്കും ആണ് വിചാരിച്ചത്. രണ്ടൊരു ഫോൺ എഴുതുന്നുണ്ട്. കറക്റ്റ്. അവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എത്ര മണിക്കാണ് രാത്രി കടന്നുറങ്ങുന്നത്? ഉണ്ട്. ഞാൻ ഒരു സമയമാകുമ്പോ ഞാൻ ഉറങ്ങിയിരിക്കും. അത് ഏത് സമയമാണ്? അത് ഇത്താക്ക് ചിലപ്പം അറിഞ്ഞൂടായിരിക്കും. ഇത്ത പക്ഷെ എന്തായാലും ഏകദേശമൊക്കെ ആക്കി എഴുതും. ഉമ്മച്ചി അറിയാതിരിക്കരുത്, കാരണം ഉമ്മച്ചോടെ ഞാൻ കിടക്കുന്നത്. എനിക്കിപ്പോ അറിയാം. അങ്ങനെയാണെങ്കിൽ താമസിച്ചാണ്ട് അവിടെ കാണാറുണ്ട്. എത്ര മണി? 11 മണിയോ 11:30. ഉമ്മച്ചി എത്ര മണി? ഞാൻ 12 മണിയായി കഴിച്ചു ഉറങ്ങും. ഇല്ല ഇല്ല ഇല്ല, 11. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഇതെന്തോ എന്നെ ഊക്കണ്ടുള്ള വീഡിയോ ആണോ? അപ്പൊ വീഡിയോ ഇത്രയുള്ള പറ്റത്തില്ല. ഉറങ്ങിയിരിക്കും 12 മണിക്ക് മുന്നേ വേണം. അതെ അതെ അതെ, 12 മണിക്ക് മുമ്പേ ഉറങ്ങിയിരിക്കും. പക്ഷെ 11 മണിയല്ല കറക്റ്റ്, 12 മണി. ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മള് 20 ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കിയിരുന്നത്. അതിൽ 20ഉം ചോദിച്ചു. ഉമ്മച്ചിക്ക് 15. ഉമ്മച്ചിക്ക് 15ഉം ഇത്താക്ക് 14ഉം. അപ്പൊ രണ്ടുപേരും ഒരേപോലെയൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാലും ഈ ഉമ്മച്ചി ജയിച്ചത് പണിയിലൂടെയാണ്. അപ്പൊ എന്തായാലും ഷീ നോസ് മീ ബെറ്റർ. ഓൾവേസ് ഷീ നോസ് മീ ബെറ്റർ. ഇതേ സെയിം ചലഞ്ച് ഇത്തായെ വെച്ചിട്ട് ഞാനും ഉമ്മച്ചിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഉമ്മച്ചിയെ ഇരുത്തിയിട്ട് ഞങ്ങളെ രണ്ടുപേരെ ഇരയാക്കിയിട്ടുള്ള ചലഞ്ചിങ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ചാലഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്ന് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതേപോലത്തെ ചാലഞ്ച് വീഡിയോസിന് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഏത് ചാലഞ്ച് വീഡിയോസ് ആണ് ചെയ്യേണ്ടുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് കമന്റ് ആണ് കമന്റും എല്ലാം കുറവാണ് ഗൈസ്. വ്യൂസ് എല്ലാം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.